നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ശീലങ്ങളും എന്റെ മനസ്സിലിരിപ്പും ഒക്കെ പ്രിയങ്കയ്ക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം. പ്രിയങ്കയെ കുറിച്ച് എനിക്ക് അല്ലാമേ ഇതൊക്കെ ഉണ്ടാക്കിയത് സത്യം പറഞ്ഞ വിവാഹം കഴിച്ചൊരു വീട്ടിലേക്ക് നമ്മൾ പറഞ്ഞയക്കുന്ന പെൺകുട്ടിക്ക് എല്ലാത്തരം പാചകവും അറിഞ്ഞിരിക്കണം. വയറ് നിറച്ച് ഊട്ടാൻ കഴിയുന്നവളാ ശരിയായ പെണ്ണ്. അല്ലെങ്കിൽ നോക്കി ഇത്രയും സമയം കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ? അല്ല, രാത്രിയില് മോനെന്തെങ്കിലും പ്രത്യേകിച്ച് വേണോ? അമ്മേ വേണ്ടമ്മേ, ഞങ്ങളെ ഊണ് കഴിച്ച ഉടനെ തിരിച്ചു പോകും. അതാ നല്ലത്. അമ്മ എന്തായി പറയുന്നത്? ഞാനേ ഈ കറിയുടെ കാര്യം പറഞ്ഞതാ. മോനെ, ഒരു ദിവസം ഇവിടെ തങ്ങുന്നോണ്ട് എന്താ കുഴപ്പം? അച്ഛാ, ഇന്ന് വേണ്ട, ഇനി ഒരിക്കലാവോ? എന്നാ പിന്നെ മോന്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ, അല്ലേ യശോദേ? അല്ലെങ്കിൽ തന്നെ മുത്തശ്ശി എപ്പോഴും പറയും വിദേശത്തായിരുന്നപ്പോ ഒരു കുഴപ്പമില്ല, പക്ഷെ കണിമംഗലത്ത് എത്തിക്കഴിഞ്ഞാ വരുണിന് സ്വന്തം മുറിയിലല്ലാതെ ഉറങ്ങാൻ പറ്റില്ലാന്ന്. അത് സത്യമാണ്. എന്റെ ശീലങ്ങളും എന്റെ മനസ്സിലിരിപ്പും ഒക്കെ പ്രിയങ്കയ്ക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം. പ്രിയങ്കയെ കുറിച്ച് എനിക്ക് ഉടനെ പുറപ്പെടണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്നിട്ട് എന്താ ഇത്ര താമസിച്ചത്? സോറി മാഡം, എനിക്ക് 1-2 പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു. വാ. കൃത്യമായിട്ട് നോക്കിയോ? ആ കുട്ടി ശ്യാമയെ പോലെ തന്നെയാണോ ഇരിക്കുന്നത്? സോറി മാഡം, ദേവനാരായൺ തിരുമേനിയുടെ മകൾ പ്രിയങ്കയ്ക്ക് ശ്യാമ മേഡത്തിന്റെ ഒരു ഛായയില്ല. നീ എന്താ ഈ പറയുന്നേ? ആള് തെറ്റിയോ നിനക്ക്? എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ദേവനാരായൺ തിരുമേനിയുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് കണിമംഗലത്തെ വരുണാണ്. വരുണിന്റെ അച്ഛന്റെ പേര് കണിമംഗലം പരമേശ്വരൻ. ആരോഗ്യ സെൻസസ് എടുക്കണമെന്ന് പറഞ്ഞ് അല്പം കഷ്ടപ്പെട്ടാ ഞാൻ ആളെ കണ്ടെത്തിയത്. മാഡത്തിനെ ആരോ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് പറ്റില്ലല്ലോ. വലിയ വലിയ ആളുകളെ കുറിച്ച് ചിലർ കഥമെനഞ്ഞുണ്ടാക്കും. അങ്ങനെ ഒരു ഗോസിപ്പാവും ചിലപ്പോ ഈ പെൺകുട്ടിയുടെ കാര്യം. ഷട്ട് അപ്പ്. നാട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞ കള്ളക്കഥയല്ല, ഞാൻ നേരിട്ട് കണ്ടതാ. ശ്യാമയുടെ അതേ മുഖമുള്ള പെൺകുട്ടിയെ. അവള് ശ്രീകൃഷ്ണപുരത്ത് തന്നെയുണ്ട്. മാത്രമല്ല, ദേവനാരായണൻ തിരുമേനിയുടെ മകളുമായി അവൾക്ക് എന്തോ കണക്ഷനും ഉണ്ട്. മാഡം, ദേവനാരായണൻ തിരുമേനിയുടെ മകൾ പ്രിയങ്കയെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു. കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സോണിയെ ആവശ്യമുള്ളപ്പോ ഞാൻ വിളിച്ചോളാം. സോണിക്കുള്ള പ്രതിഫലം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടെത്താൻ ഓരോ നിമിഷം വൈകുന്തോറും കാര്യങ്ങൾ അപകടത്തിലേക്കാ. അവളെ എനിക്ക് കണ്ടെത്തിയേ പറ്റൂ.
പ്രിയങ്ക. എനിക്കറിയാം വരുണിന് ഈ മാറ്റം വരുമെന്ന്. എന്നോട് മുത്തശ്ശി പറഞ്ഞിരുന്നു, വീട്ടിൽ പോയി അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിയുമ്പോ വരുണിന്റെ മനസ്സ് മാറും, എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമെന്നൊക്കെ. ആ ശരിയാ, വീട്ടിൽ പോയത് പോകാൻ തോന്നിയത് നന്നായി. ഇതുവരെ മനസ്സിനൊരു വ്യക്തത ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് എല്ലാം വ്യക്തമായിട്ടുണ്ട്. താങ്ക്സ് വരുൺ. ആ, ഈ വ്യക്തത എന്താണെന്ന് അറിയണ്ടേ? പറഞ്ഞു. ഞാൻ കേൾക്കാൻ കൊതിച്ചിരിക്കുക. പറ. എനിക്ക് നിന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. നീ എന്നെ ചതിച്ചവളാ. നീ നല്ലവളാണെങ്കിൽ അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ നടന്ന തിരിമറികള് എന്തൊക്കെയാണെന്ന് എന്നോട് തുറന്നു പറ. വരുൺ, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ മുൻപേ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാനും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ പറയാം. നിന്നെ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. വെറുതെ നീ നിന്റെ ജീവിതം പാഴാക്കണ്ട. മുത്തശ്ശിയല്ല, ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും 10 ജന്മം കഴിഞ്ഞാലും നിന്നെ ഞാൻ സ്നേഹിക്കില്ല. വരുൺ, വരുൺ ഇരിക്ക്. വേണ്ട. ഇരിക്ക് വരുൺ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശരി, ഞാൻ നാളെ തന്നെ ഇവിടുന്ന് പോയിക്കോളാം. പക്ഷെ എന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോവാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വരുണിന്റെ ഇഷ്ടക്കേടുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയെന്ന് എല്ലാവരോടും പറയണം. അതിന് സമ്മതമാണോ? സമ്മതം. എന്റെ ഇഷ്ടക്കുറവ് ആരോട് പറയാനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, വരുണിന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ കണ്ടെത്തൂ. അവളെ വിവാഹം കഴിക്ക്. പുതിയൊരു ജീവിതം ഉണ്ടാവട്ടെ. പക്ഷേ എന്റെ അവസ്ഥ എന്തായിരിക്കും? ദരിദ്രനായ ദേവനാരായണൻ തിരുമേനിയുടെ മകള് വിവാഹം കഴിച്ചയച്ച വീട്ടിൽ നിന്ന് ദിവസങ്ങൾക്കകം ഇറങ്ങിപ്പോരേണ്ടി വന്നവള്. പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടോ? എനിക്കറിയില്ല. അറിയണം. വരുൺ മാന്യവും സ്വസ്ഥവുമായിട്ട് ജീവിക്കുമ്പോ എനിക്ക് ജീവിക്കണ്ടേ? അതിനെനിക്ക് പണം വേണം. ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോണെങ്കിലേ ഞാൻ ആവശ്യപ്പെടുന്ന പണം വരുൺ എനിക്ക് തരണം. വെലുവേശലാണോ? അതേന്ന് കൂട്ടിക്കോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വലുതാണെങ്കിൽ അതുപോലെ എനിക്കും എന്റെ ആഗ്രഹങ്ങൾ വലുതാ. ശരി, നിനക്ക് എത്ര പണം വേണം? ഒരുപാടൊന്നും വേണ്ട. കണിമംഗലത്തിന്റെ സമ്പത്തിന്റെ ഒരു തരി, അത്രയും മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.